10 മിനിറ്റിൽ 250 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഉറപ്പായിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടധികം ഡൗട്ട്സ് വരും, നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു ഓഫർ ചെയ്തിട്ട് ഇതിനകത്ത് പേയ്മെൻറ്റ് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഫേക്കല്ല. ഓക്കെ, അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു 250 പ്രൂഫ് ഞാൻ സൈഡിൽ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 250 പ്രൂഫ് എനിക്ക് കിട്ടിയതാണ്. ഏകദേശം ഒരു 10 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്കൊരു പേയ്മെൻറ്റ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 മണിക്കൂറിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിസീവ് ആകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 24 മണിക്കൂറിനകം 24 മണിക്കൂർ ഞാൻ മാക്സിമം പറയുകയാണ്, അതിനെക്കാട്ടി മുമ്പേ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് 10 മണിക്കൂറിനുള്ളിൽ പേയ്മെൻറ്റ് കിട്ടി, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് ഒരു 24 മണിക്കൂറിനകം തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിസീവ് ആവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഷുവറായിട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വേണ്ട കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെന്ത് കൂടുതലായിരിക്കും, കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കറക്റ്റ് പറഞ്ഞു തരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ, കാരണം ഈ ഒരു ഓഫർ ആ രീതിയിൽ ചെയ്യേണ്ടതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഒരു 10 മിനിറ്റ് മതി. ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു 10 മിനിറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ ആ ഒരു 250 രൂപ നിങ്ങളുടെ UPIയിലേക്ക് വന്നു തരും. ഓക്കെ, അപ്പം ഓഫർ പക്ക ട്രസ്റ്റഡ് ആണ്. പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ കാണിച്ചു തന്നു. നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വേറെ ഓഫേഴ്സും, അതേപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇടുന്നതിൻ്റെ അപ്ഡേറ്റും, അതേപോലെ തന്നെ ഒരുപാടധികം വീഡിയോസിൻ്റെ മുമ്പത്തെ പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങൾ, സബ്സ്ക്രൈബേഴ്സിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് എല്ലാം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഇടുന്നുണ്ട്. സോ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്തേക്കുക. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. സോ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടും. അവിടെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടത്തേ ഉള്ളൂ. സോ ഇനി ഞാൻ പറഞ്ഞ കൂടുതൽ ലാഗ് ചെയ്യുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടാണ്. സോ ഗൈസ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഓഫർ ലിങ്ക് എന്നും പറഞ്ഞായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഓഫർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങളുടെ UPI എൻ്റർ ചെയ്യാനായിട്ട് പറയും. അപ്പം നിങ്ങളുടെ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm, അതേപോലെ ഫാം പേ, അതേപോലെ ഇഷ്ടംപോലെ UPI ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു നിലവിൽ. അപ്പോൾ നിങ്ങൾ ഏത് UPI ആപ്ലിക്കേഷനാണോ യൂസ് ചെയ്യുന്നത് ആ ആപ്ലിക്കേഷനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ UPI കിട്ടും. ആ UPI അവിടെ കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് മൊബൈൽ നമ്പർ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന നമ്പരും ഇവിടെ കൊടുക്കുന്ന നമ്പർ സെയിം ആയിരിക്കണം. സോ നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 2-3 സിം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വെച്ചാണോ ആ ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. സെയിം മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം നിങ്ങൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ തന്നെ ആലോചിക്കുക നിങ്ങൾ ഏതാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ളത് ആലോചിച്ചിട്ട് ആ ഒരു നമ്പർ ഇവിടെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ UPI ഇവിടെ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ടൈഡ് ബിസിനസ് ഇന്ത്യ എന്നും പറഞ്ഞ് ഒരു ആപ്ലിക്കേഷനിലേക്ക് വരും. ഈ ആപ്ലിക്കേഷനാണ് നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പം അവർ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്റ്റ് ആയി വരുന്ന സമയത്ത് നമ്മളിവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്ന വരെ. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പേയ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. നമ്മളെ UPI, നമ്മളെ ഈ ഗൂഗിൾ പേ, ഫോൺ പേ കണക്കത്തെ ആപ്ലിക്കേഷൻ കണക്ക് ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അക്കൗണ്ട് കണക്കാണ്. അതായത് നമുക്ക് ഇതിനകത്തോട്ട് ക്യാഷ് ആഡ് ചെയ്തിട്ട് നമുക്ക് ബിൽ പേയ്മെൻറ്റ്സ് നടത്താം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്, മൊബൈൽ റീചാർജ്, ഇങ്ങനെ എല്ലാ ബില്ല് പേയ്മെൻറ്റ്സ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ATMന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഇവരൊരു ടൈഡ് കാർഡ് എന്നും പറഞ്ഞൊരു കാർഡ് അവർ നമുക്ക് അയച്ചു തരികയും ചെയ്യും നമ്മളെ അഡ്രസ്സിലേക്ക്. ക്യാഷ് ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്, ഒരു ചാർജസും ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇതൊരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് കുറേ പേര് ക്യാഷ് സേവ് ചെയ്യാനായിട്ടൊക്കെ ഇടുന്നുണ്ട്. സേവ് ചെയ്യാനൊക്കെ ഇട്ടിട്ട് അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ATM വഴി വിഡ്രോ ചെയ്യാനായിട്ട്. നമ്മുടെ ടൈഡിൻ്റെ ATM ഒന്നും വേണമെന്നില്ല. SBIയുടെ ATM ആയാലും ഏത് ATM ആയാലും അവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു ടൈഡിൻ്റെ ഒരു കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നടിച്ച് നമുക്ക് കാശ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആ ഒരു കാർഡും അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും ഇതിന് ഒരു വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് പക്ക സേഫ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇത് ഒരു ബിസിനസ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബിസിനസ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ബിസിനസ് ഇല്ലല്ലോ എന്ന്. ബിസിനസ് ഒന്നും വേണ്ട, ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല, ബിസിനസ്സിൻ്റെ കാര്യങ്ങളെ ആവശ്യമില്ല. നമ്മളൊരു വെറുതെ നമുക്കൊരു ബിസിനസ് ഉണ്ടെന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ടാക്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ചാർജസോ കാര്യങ്ങളോ ഒന്നും ഈടാക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മളിതാ ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓപ്പൺ ഫ്രീ അക്കൗണ്ട് എന്ന് പറഞ്ഞ് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഓപ്ഷൻസ് ചോദിക്കും, നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്പർ ഇവിടെ കാണിക്കും. ഓക്കെ, നമ്പർ ഇവിടെ കാണിക്കും. അതിനുശേഷം നമുക്കിവിടെ ആഡ് റെഫർ കോഡ് ഉണ്ട് കേട്ടോ. നമ്മൾ റെഫർ കോഡ് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. റെഫർ കോഡ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടില്ല. സോ നമ്മൾ ആഡ് റെഫർ കോഡ് കൊടുക്കണം. റെഫർ കോഡ് കൊടുക്കുന്ന കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ,
അപ്പോൾ നമുക്ക് റെഫർ കോഡ് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ റെഫർ കോഡ് കൊടുക്കാതെ കാണിച്ചതാണ്. നിങ്ങൾ റെഫർ കോഡ് മസ്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണിച്ചു തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് അടിച്ചങ്ങ് പോവരുത്, റെഫർ കോഡ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഓൾറെഡി സ്റ്റാർട്ടഡ് ആണെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് ഒരു അക്കൗണ്ട് കണ്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളത് കൊടുത്തതിന് ശേഷം നമുക്ക് പാൻ കാർഡ് അടിക്കാനൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ പാൻ കാർഡ് അടിച്ച് കൊടുക്കണം. പാൻ കാർഡ് അടിച്ചൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആധാർ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. പിന്നെ നിങ്ങൾ ബിസിനസ് ചോദിക്കും. ബിസിനസ് ചോദിക്കുമ്പോൾ അതിനകത്ത് കുറേ ബിസിനസ്സിൻ്റെ ഓപ്ഷൻസ് കാണും. നിങ്ങൾ പ്രൈവറ്റായിട്ട് ഏതെങ്കിലും ഒരു ജോലിയുടെ ഒരു സാധനവും കൊടുത്താൽ മതി. ഓക്കെ, കാരണം നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നും പറഞ്ഞ് കൊടുക്കരുത്. ഏതെങ്കിലും ബിസിനസ് നെയിമും കൊടുത്താൽ മതി. അവർ അങ്ങനെ വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു ബിസിനസ് നെയിമും കൊടുത്താൽ മതി. ബിസിനസ് നെയിം കൊടുക്കുക. ബിസിനസ് നെയിം കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്ത് സെറ്റപ്പായി പോവുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വീഡിയോ KYCയുടെ ഒരു ഓപ്ഷനിലേക്ക് പോകും. ഓക്കെ, ബിസിനസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റുഡൻറ്റ് ഒരിക്കലും കൊടുക്കരുത്. ഏതെങ്കിലും ഒരു ബിസിനസ് കൊടുക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു ജോലി കൊടുക്കുക. ജോലിയും ചോദിക്കും നിങ്ങളുടെ അടുത്ത്, എവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ. പ്രൈവറ്റ് സെക്ടർ കൊടുത്താൽ മതി നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോലി ഉണ്ട്, നിങ്ങൾക്ക് പബ്ലിക് സെക്ടർ ആണെങ്കിൽ പബ്ലിക് സെക്ടർ കൊടുക്കുക. വേറെ ജോലികളാണെങ്കിൽ അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്, അത് കൊടുക്കുക. സ്റ്റുഡൻറ്റ് ഒരിക്കലും കൊടുക്കരുത്. സ്റ്റുഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടില്ല. സോ കാരണം ഇതൊരു ബിസിനസ് അല്ലേ, ബിസിനസ്സിൽ സ്റ്റുഡൻസ് ഇൻവോൾവ് ആവാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ ആ ഒരു ഓപ്ഷൻ അതിനകത്ത് കാണും, അത് കൊടുക്കരുത്. നിങ്ങൾ അതിനകത്ത് പ്രൈവറ്റ് സെക്ടർ കൊടുക്കുന്നതിന് നല്ലത്. ഞാൻ പ്രൈവറ്റ് സെക്ടറാണ് കൊടുത്തത്. ഓക്കെ, നിങ്ങൾക്കും അത് തന്നെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നെക്സ്റ്റ് നിങ്ങളുടെ ജോബൊക്കെ ചോദിക്കും. ഞാൻ സിവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ സിവിൽ എഞ്ചിനീയറിന് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിലും അങ്ങനെ കൊടുക്കാം. ഏതെങ്കിലും എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അവരങ്ങനെ വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഓക്കെ, അതിനുശേഷം എല്ലാം കൊടുത്തല്ലോ, പാൻ കാർഡ് ആധാർ കാർഡ് നമ്പരും ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോ KYC ചെയ്യണം. വീഡിയോ KYC എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ ഉള്ള ആളാണ്, നിങ്ങൾ ട്രൂ ജെന്യൂൻ ആയിട്ടുള്ള ആളാണെന്ന് തെളിയിക്കാനായിട്ടാണ് വീഡിയോ KYC. അവരുടെ ഒരു ഏജൻറ്റ് വന്നിട്ട് നമ്മൾ വീഡിയോ കോളിൽ കണക്റ്റ് ആവും. അത് അടുത്തടുത്ത ഓപ്ഷനിലേക്കാണ്. അതായത് നിങ്ങളിപ്പം ഈ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് വരുമ്പോൾ ഇതേ കണക്ക് നിങ്ങൾ വീഡിയോ KYCയുടെയൊക്കെ റീഡാക്റ്റ് ആവും. ഈ വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ബാക്കി ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. വീഡിയോ KYC എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് ഒരു വെബ്സൈറ്റിലേക്ക് വന്നിട്ട് എല്ലാ പെർമിഷനും അലോ ചെയ്ത് കൊടുക്കാൻ പറയും. പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പാൻ കാർഡ്, ഒറിജിനൽ പാൻ കാർഡും അതേപോലെ തന്നെ ആധാർ കാർഡൊക്കെ കയ്യിൽ വെച്ചേക്കുക. അതിനുശേഷം ഇവിടെ ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ ഈ ഒരു ടിക്ക് ബട്ടൺ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഇതാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ ആധാർ കാർഡ് കൊടുക്കണം. ആധാർ കാർഡ് കൊടുത്ത് ഈ ഒരു ടെക്സ്റ്റ് ഇവിടോട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കണം. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇതേപോലൊരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ ആധാർ കാർഡും ടിക്ക് ചെയ്ത് കൊടുക്കണം, നമ്മുടെ പാനും ടിക്ക് ചെയ്ത് കൊടുക്കണം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യേണ്ട. അതിനുശേഷം താഴെയായിട്ട് നോ യുവർ കസ്റ്റമർ പർപ്പസ് എന്താണെന്ന് നോക്കി. അപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ കൊടുക്കണം, കാരണം അവർക്ക് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഇത് കൊടുക്കുന്നത്. അതിനുശേഷം താഴെ നമ്മൾ അലോ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബിസിനസ് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ബിസിനസ് നമുക്ക് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പ്രൈവറ്റ് സെക്ടർ എന്നാണ് കൊടുത്തത്. നിങ്ങൾക്കും അതേ കണക്ക് കൊടുക്കാം, പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കാം. സ്റ്റുഡൻറ്റ് ഒരിക്കലും കൊടുക്കരുത്. ഹൗസ് വൈഫ് കൊടുക്കാം, വേറെ എല്ലാം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഹൗസ് വൈഫ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം നിങ്ങൾക്ക് ബിസിനസ് ഉള്ളതായിട്ട് കാണിക്കാനായിട്ട് പ്രൈവറ്റ് സെക്ടറൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ബിസിനസ് കാറ്റഗറി ഏതാണെന്ന് ചോദിക്കുക. അത് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഇൻകം ചോദിക്കുമ്പോൾ ഞാൻ അപ് ടു 1 lakh കൊടുത്തത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിലും കൊടുക്കാം, അധികം കൊടുക്കണ്ട കേട്ടോ. അപ്പം ഒരു പരിധി വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ KYCക്ക് അവർ ചോദിക്കുന്ന ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഒരു വീഡിയോ KYCയിലേക്ക് വരും. അതിനുശേഷം ഞാൻ എൻ്റെ ഇത് കണ്ടോ, ഞാൻ വീഡിയോ KYC അറ്റൻഡ് ചെയ്തതാണ്. ഇങ്ങനെ നമ്മൾ ഇരിക്കുക ക്യാമറയുടെ മുമ്പിൽ. അവർ ഇങ്ങോട്ട് വിളിക്കും. ഇവരിങ്ങോട്ട് വിളിച്ചിട്ട് ഒരാളായിരിക്കും വിളിക്കുന്നത്. ഒരാൾ വിളിച്ചിട്ട് ഇതേ കണക്ക് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് അവർ പറഞ്ഞു തരും. നമ്മളുടെ പേരൊക്കെ പറയാൻ പറയും, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറയാൻ പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പം വെരിഫിക്കേഷൻ സക്സസ് ആവും. നമ്മുടെ പാൻ കാർഡൊക്കെ കാണിക്കാൻ പറയും ക്യാമറയിൽ. അപ്പോൾ നമ്മൾ ക്യാമറയെല്ലാം കാണിച്ചു കൊടുത്ത് അവർ ഫോട്ടോ എടുത്തതിന് ശേഷം സക്സസ് ആവും. ചിലപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് അത് ഈ ഒരു വീഡിയോ KYC സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആപ്പിനകത്ത് കയറിയാൽ മതി. ആപ്പ് വീണ്ടും ഡിലീറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. ആപ്പ് ക്ലോസ് ചെയ്തിട്ട് ആപ്പ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോ KYC ചെയ്യാനുള്ള ഓപ്ഷൻ വരും, അത് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും പേയ്മെൻറ്റ് കിട്ടാതിരിക്കുക അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, സോ വീഡിയോ KYC അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ KYCക്കുള്ള ഏജൻസി ഇല്ല, അതായത് ഈ ഒരു ഓഫറിനകത്ത് വീഡിയോ KYCയുടെ സമയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വീഡിയോ KYC അവൈലബിൾ ആണ്. രാവിലെ 10 മണി തൊട്ട് രാത്രി 9 മണി വരെയാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം.
സ്ക്രീനിൽ കാണിച്ചേക്കുക എത്ര മണി വരെയാണ്. അപ്പോൾ ആ ഒരു ടൈമിന് ഇടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോ KYC ചെയ്യാൻ പറ്റും. അതായത് ആ സമയത്താണ് ഈ ഒരു ഏജൻറ്റ്സ് ആക്റ്റീവായിട്ടുള്ളത്. രാത്രി ഒന്നും ഒരു ഉറക്കം ഒളിച്ചിരിക്കത്തില്ല. അപ്പം ആ ഒരു സമയത്തായിരിക്കും ഇവർ ആക്റ്റീവായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആ സമയത്ത് അല്ല ഈ ഒരു ഓഫർ ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഈ ഒരു ടൈമിൽ വന്നിട്ട് ഈ ആപ്പിൽ കയറി KYC ബാക്കി ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ KYC ബാക്കി ചെയ്താൽ മതി. എപ്പോഴായാലും നിങ്ങൾ KYC ചെയ്താൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എപ്പോഴായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ KYC ചെയ്താൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മുടെ വീഡിയോ KYC കംപ്ലീറ്റഡ് ആയതിനു ശേഷം ഇതേപോലത്തെ പേജാണ് വരുന്നത്. KYC പ്രോസസ് ബീൻ കംപ്ലീറ്റഡ് ആൻഡ് ഇറ്റ്സ് അണ്ടർ റിവ്യൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അവർ ആ ഒരു സംഭവം ആക്ടിവേറ്റ് ആക്കി തരും, നമ്മളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കി തരും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ നേരം എടുക്കുമായിരിക്കും. എനിക്കൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി. അത് ഞാൻ അങ്ങനെ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു എനിക്ക് മൊബൈലിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും മൊബൈലിൽ നിന്ന്. ഇതേ കണക്ക് മേളിൽ വരും, നോട്ടിഫിക്കേഷൻ വരും. ഇതേ കണക്ക് അക്കൗണ്ട് അപ്രൂവ് ആയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞുതരാം. അപ്പോൾ അക്കൗണ്ട് അപ്രൂവ് ആയി നിങ്ങൾ, അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു അക്കൗണ്ട് അപ്രൂവ് ആയതിന്. അതിനുശേഷം നിങ്ങൾ ആപ്പിൽ കയറിയതിന് ശേഷം നാണ്ടേ ഇതേപോലെ ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് അതായത് നമ്മൾ പൈസേനെ തൊട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു 50 രൂപയെങ്കിലും മിനിമം ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലും അക്കൗണ്ട് അപ്രൂവ് ആകത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാ, നമുക്ക് അവിടെ മേളിൽ ആഡ് മണി ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാവേ. വേണ്ടേ, ഇവിടെ നമുക്ക് ആഡ് മണി ഓപ്ഷൻ ഉണ്ട്. ആഡ് മണി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് 50 രൂപ ആഡ് ചെയ്യാം, UP വെച്ച് നമുക്ക് 50 രൂപ ആഡ് ചെയ്യാം, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അങ്ങനെ ഇത് മേടിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 50 രൂപ ആഡ് ചെയ്യാൻ പറ്റും. UP ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേയോ ഫോൺ പേയോ Paytm വഴി നമുക്ക് 50 രൂപ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 50 രൂപ ടൈപ്പ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ 50 to പേ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ മൊബൈലിലുള്ള Paytm, ഫോൺ പേയും ഗൂഗിൾ പേ എല്ലാം ഇവിടെ കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നുണ്ടോ? അപ്പം നമുക്ക് ഏത് വഴിയാണോ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടുന്നത് ആ ഒരു ആപ്പിൻ്റെ പേരിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങളൊരു 50 രൂപ തൊട്ട് ആഡ് ചെയ്യും. ഞാൻ ഇത് കണക്ക് 50 രൂപ ആഡ് ചെയ്തു. 50 രൂപ ആഡ് ചെയ്തതിന് ശേഷം ഇത്രയേ ഉള്ളൂ പരിപാടി. ഇവിടെ ബാലൻസിൽ 50 രൂപ കാണിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് അക്കൗണ്ട് സക്സസ് ആയി. ഇതിൻ്റെ 250 രൂപ, അതായത് മൊത്തത്തിൽ 250 രൂപയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ UPയിലേക്ക്. ഓട്ടോമാറ്റിക്കലി കിട്ടും. അത് എപ്പോഴാണ് കിട്ടുന്നത് വെച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു 250 രൂപയുടെ ഈ ഒരു പേയ്മെൻറ്റ് നിങ്ങളുടെ UPയിലേക്ക് കിട്ടും. പിന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു ആഡ് ചെയ്ത് 50 രൂപയില്ലേ, ആ 50 രൂപ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ UPയിലേക്ക് എടുക്കാൻ പറ്റും. ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ എടുക്കാൻ പറ്റും. അത് എപ്പോഴാണ് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കാർഡുണ്ടല്ലോ, ഇതിൻ്റെ ആ ഒരു കാർഡ്, ടൈഡിൻ്റെ കാർഡ്, അത് നമ്മളുടെ അഡ്രസ്സിലോട്ട് അവർ അയച്ചു തരുമായിരിക്കും. അപ്പം അത് അയച്ചു തന്നതിന് ശേഷം നമുക്ക് ഈ ഒരു കാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ കാർഡ് വരുന്ന സമയത്ത് ആ കാർഡിനകത്തൊരു 4 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അത് ഈ ഒരു കാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ആവും, ഈ ഒരു അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പൈസ സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി കിട്ടും. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് ഈ ഒരു 50 രൂപ കൂടി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് 250 രൂപയാണ്. ഓക്കെ, സിമ്പിളാണ്. ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞു തന്ന ഇച്ചിരി ഒന്ന് വലുതാക്കിയെന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് 250 രൂപ ഉണ്ടാക്കാൻ പറ്റും. വീഡിയോയുടെ ലെന്ത് കുറച്ച് കൂടിപ്പോയെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഇതായിട്ട് പറഞ്ഞു തന്നെ. ഞാനാണെങ്കിൽ രാവിലെ വേറെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ അത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൽ സ്ക്രീൻ റെക്കോർഡിങ് വർക്ക് ആവത്തില്ലെന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ എല്ലാം ബ്ലാങ്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കഷ്ടപ്പെട്ട് ഈ ഒരു രീതിയിൽ വീഡിയോ ഈ ഒരു സെറ്റപ്പിൽ ഇപ്പം കഷ്ടപ്പെട്ടുള്ള വേറൊരു ഫോണൊക്കെ വെച്ചിട്ട് വേറെ ഫോണിൽ അക്കൗണ്ടൊക്കെ വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വരെ ചെയ്താൽ മതി. ആപ്പ് ഫോണിൽ കിടക്കട്ടെ. പേയ്മെൻറ്റ് നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ കിട്ടും. എനിക്ക് 10 മണിക്കൂറിനുള്ളിൽ പേയ്മെൻറ്റ് കിട്ടി. നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ മാക്സിമം 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, എല്ലാവരും മാക്സിമം ഇപ്പം തന്നെ ചെയ്യുക. ഇതാണ് എൻ്റെ പ്രൂഫ്. ഞാൻ രാവിലെ ഒരു 11 മണി 12 മണിക്ക് ചെയ്തതാണ്. കണ്ടോ, എനിക്ക് രാത്രി ഒരു 11:15 പേയ്മെൻറ്റ് കിട്ടി. 10 മണിക്കൂറിനുള്ളിൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടി. ഓക്കെ, നിങ്ങൾക്കും കിട്ടും, സിമ്പിളായിട്ട് കിട്ടും. സോ ആരും മിസ് ചെയ്ത് കളയരുത്. വീഡിയോയിൽ എന്ത് കൂടിയെന്ന് എനിക്കറിയാം. സോ മാക്സിമം ചെയ്യുക. മാക്സിമം ഞാൻ കട്ടൊക്കെ ഇരുന്ന് പറഞ്ഞു തന്നെയാണ്. എന്നാലും കുറച്ചൊക്കെ മിസ്സിങ് ഉണ്ട്. എന്നാലും നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തങ്ങ് പോയാൽ മതി. വീഡിയോ KYC ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ അല്ല. നിങ്ങൾ ചിലപ്പം ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ കണ്ടേ വീഡിയോ KYC അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ആ ടൈം കഴിഞ്ഞ് ചെയ്തവർക്കായാലും കുഴപ്പമില്ല. വീഡിയോ KYC ആ ഒരു സമയത്തിനകം പിന്നെ വന്ന് ചെയ്താൽ മതി, പിന്നെ ഒരു ദിവസം വന്ന് ചെയ്താൽ മതി. ഓക്കെ, എല്ലാ ദിവസവും അവൈലബിൾ ആണ് വീഡിയോ KYC. പക്ഷേ ഈ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഈ ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് ചെയ്താലും മതി. പിന്നെ വന്നിട്ട് വീഡിയോ KYC ചെയ്താലും മതി. ആപ്പ് ഫോണിൽ കിടക്കട്ടെ. ഓക്കെ, ഇപ്പോൾ വീഡിയോ KYC സക്സസ് അല്ലെന്ന് കാണിച്ചാലും
പിന്നീട് വന്നിട്ട് അതായത് വീണ്ടും ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വീഡിയോ KYC ചെയ്യാൻ പറ്റുമോ കേട്ടോ. ഞാൻ 3-4 വട്ടം വീഡിയോ KYC ചെയ്തിട്ടാണ് എൻ്റെ സക്സസ് ആയത്. കാരണം ഒരു സമയത്ത് എൻ്റെ വീഡിയോ KYC ചെയ്തിട്ട് ബാക്ക് ക്യാമറയിൽ നിന്ന് ഓപ്പൺ ആവാത്തതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്തിട്ട് പോയി. അപ്പോൾ വീണ്ടും ഞാൻ കയറി അതിന് 2-3 പ്രാവശ്യം ചെയ്തിട്ടാണ് എനിക്ക് വീഡിയോ KYC സക്സസ് ആയത്. പക്ഷേ എത്ര തവണ ചെയ്ത് സക്സസ് ആക്കിയാലും സീനൊന്നുമില്ല, പേയ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ വീഡിയോ KYC സക്സസ് ആക്കി അവർ 50 രൂപേനത്തോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പരിപാടിയുള്ളൂ. പിന്നെ നമ്മൾ മറ്റേ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് റെഫർ കോഡ് അവിടെ കൊടുക്കണം കേട്ടോ. റെഫർ കോഡ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടത്തില്ല കേട്ടോ. റെഫർ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. സോ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ലാസ്റ്റ് നിങ്ങൾ ആ ഒരു 50 രൂപയും കൂടി ഈ ഒരു ആപ്പിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വീഡിയോ KYC മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. വീഡിയോ KYCയിലാണ് നമ്മുടെ അക്കൗണ്ട് അപ്രൂവ് ആവുന്ന കാര്യം അവർ പറയുന്നത്. അതായത് വീഡിയോ KYC നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഒരു സംഭവം തീരുന്നത്, അപ്രൂവ് ആവുന്നത്. അതിന് ശേഷമായിരിക്കും നമുക്ക് അക്കൗണ്ട് അപ്രൂവ് ആയതിനു ശേഷമായിരിക്കും, അതായത് നമ്മൾ ഈ ഒരു വീഡിയോ KYCക്കകത്ത് അവർ പറയും എല്ലാം ഓക്കെയാണ്, സെറ്റാണ്, ചെയ്തോളാം എന്ന് പറയും. അവർ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തോളാം എന്ന് പറയും. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും. അതിനുശേഷം നിങ്ങൾ ഈ ഒരു 50 രൂപ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ 50 രൂപ നിങ്ങൾ ചോദിക്കും തിരിച്ചെടുക്കാൻ പറ്റുമോ? തിരിച്ചെടുക്കാൻ പറ്റും ഉറപ്പായിട്ടും, പക്ഷേ അപ്പം തന്നെ എടുക്കാൻ പറ്റില്ല. അവരൊരു കാർഡായിരിക്കും, ടൈഡ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡായിരിക്കും, ഒരു ATM കാർഡ് കണക്കൊക്കെ തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഒരു ATMൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പൈസ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ആപ്പിനകത്തോട്ട് ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു UPI ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന കണക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ആ ഒരു ഫീച്ചറൊന്നും കിട്ടത്തില്ല. ആ ഒരു ടൈഡ് കാർഡ് നമ്മുടെ വീട്ടിലേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ആപ്പിനകത്ത് തന്നെ ടൈഡ് കാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പിനകത്ത് UPIയുടെ ഫെസിലിറ്റീസ് എല്ലാം ഓണായിട്ട് വരും. അതിനുശേഷം നമുക്ക് ഈ ഒരു ആപ്പ് സാധാ ഒരു ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ കണക്ക് നമുക്ക് കടയിൽ പേയ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ്സ് അയക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിനകത്തോട്ട് ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൂടാതെ തന്നെ ഫണ്ട് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ തരുന്ന ആ കാർഡ് ഉപയോഗിച്ച് അടുത്തുള്ള ഏതെങ്കിലും ATMൽ പോയിട്ട് നമുക്ക് പൈസ എടുക്കാനും പറ്റും. അപ്പം നമുക്ക് ഫ്രീ ആയിട്ടാണ് ഈ ഒരു കാർഡ് അവർ അയച്ചു തരുന്നത്. അതേപോലെ തന്നെ വേറെ ചാർജസോ കാര്യങ്ങളോ ഒന്നും അവർ ഈടാക്കുന്നില്ല. സോ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് കിട്ടുകയാണ്, അതേപോലെ തന്നെ ക്യാഷ് ഇങ്ങോട്ടും കിട്ടുകയാണ്. സോ മസ്റ്റായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ഓഫർ ചെയ്യുക. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഒരുപാട് പേര് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഓഫർക്ക്. ഒരുപാട് നാളെ ഈ ഒരു ഓഫർ വന്നിട്ട് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നതെന്നുള്ളൂ. കാരണം കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതേ കണക്ക് നമുക്ക് ഫ്രീ ആയിട്ടൊരു ഡെബിറ്റ് കാർഡ് വരെ കിട്ടുന്നുണ്ട്, ഒരു ATM കാർഡ് വരെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. വീഡിയോയ്ക്ക് ചിലപ്പോൾ ഇച്ചിരി ലെന്ത് കൂടുതലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും രീതിയിൽ പറയുന്നത്. സോ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുന്നതിൻ്റെ കാര്യം മറക്കരുത്. നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടപ്പുണ്ട്. സോ മസ്റ്റായിട്ട് എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുക, ടെലിഗ്രാമിൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ അടിപൊളി ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി ഓഫേഴ്സായിട്ട് ഇനിയും വരും. ഞാൻ എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കാണിച്ചു തന്നു. അപ്പം ഇതുപോലത്തെ അടിപൊളി ഓഫേഴ്സായിട്ട് വരും. അതുവരെയും ടാറ്റ, ഗുഡ് ബൈ.